ഇന്ന് നമ്മൾ നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതെന്നും പരിചയപ്പെടാം. ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് പൊറോട്ട, ആ പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ കപ്പയുടെ കൂടെ നല്ലതാണ്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ, നാൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ചിക്കൻ കറി കൂട്ടാവുന്നതാണ്. ഇതെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസിൽ വരുന്നത് വെളിച്ചെണ്ണ ഏകദേശം 5 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, ചോപ്ഡ് ഗാർലിക്ക് വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ചോപ്പ് ജിഞ്ചർ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, 4 പച്ചമുളക് കീറിയതാണ്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 2 ടേബിൾ സ്പൂൺ, അതുപോലെ സവോള 4 എണ്ണം അരിഞ്ഞത്, തക്കാളി 3 എണ്ണം, കരിവേപ്പില, അതുപോലെ വെള്ളവും ഉപ്പും നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഏകദേശം 2 കിലോ ചിക്കൻ ശകലം വിനാഗിരിയിൽ കഴുകിയതാണ്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, നമുക്ക് പാനിലോട്ട് വെളിച്ചെണ്ണ നല്ലതായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നല്ലതായിട്ട് പൊട്ടാൻ തുടങ്ങും. ആ പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും സവോളയും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഒരു കളറാകുമ്പോഴത്തേക്കിന് നമുക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതും കുറച്ച് നേരം നല്ലതായിട്ട് നമുക്ക് ഇളക്കാം. ഇത് ഇളക്കി ഒന്ന് ഈവനാക്കാം. അതിനിടയ്ക്ക് നമുക്ക് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം ഈവനായിട്ട് അതിൻ്റെ ആ ഫ്ലേവേഴ്സ് മുഴുവൻ എല്ലാ ഏരിയയിലും വരാനായിട്ട് ഈവനായിട്ട് ഇളക്കുക. അതൊരു നല്ല ഒരു കളറാകുമ്പോഴത്തേക്കിന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇനി അങ്ങോട്ട് ഇടാം. നല്ലൊരു കളറാകുമ്പോഴത്തേക്കിന് ഇനി ഇത് നമ്മൾ നല്ലതായിട്ട് ഇളക്കണം. ആ ഫ്ലേവർ മുഴുവനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം നല്ലതായിട്ട് ഇളക്കണം. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കുക. നല്ല എല്ലാ ഏരിയയും നല്ലതായിട്ട് ഒന്ന് ഈവനായിട്ട് ഇളക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് സവോള നല്ലതായിട്ടൊന്ന് ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളി അങ്ങോട്ടിടാം. തക്കാളിയും അതുപോലെ തന്നെ നല്ലതായിട്ടൊന്ന് വെന്തൊരു ചാറ് പരുവാകണം. സവോള നമ്മൾ കൂടുതലിട്ടാൽ നമുക്ക് കൂടുതൽ ചാറിനായിട്ട് നല്ലതാണ്. അതുപോലെ തക്കാളിയും. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് നേരം ഇളക്കണം. അപ്പോഴത്തേക്കിനൊരു ചാറ് പരുവാവും. ആ ചാറ് പരുവാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പൊടിവർഗ്ഗങ്ങൾ ഇടാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഗരം മസാല ഇടാം. അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടിയും നമുക്കിടാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി പൊടികളോട് ഇടാം. ഇത് നമ്മൾ ചിക്കൻ മസാലയാണ് ഇപ്പോൾ ഇടുന്നത്. ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ഇടാം. ഇത് നമ്മുടെ ഏകദേശം എല്ലാ പൊടി വർഗ്ഗങ്ങളും നമ്മൾ ഇട്ടു. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിനിടാം. ഇവിടെ നിങ്ങൾക്ക് എണ്ണ തെളിഞ്ഞു വരുന്നത് കാണാം. എണ്ണ തെളിഞ്ഞു വരുമ്പം നമുക്ക് നമ്മൾ വൃത്തിയായി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ കഴുകുമ്പോൾ ശകലം വിനാഗിരി ഒഴിച്ച് കഴുകുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ചിക്കൻ എല്ലാം ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇത് ഒന്ന് നല്ലതായിട്ട് ഇളക്കാം. ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് പയ്യെ ഇളക്കുക. സാവധാനം നമുക്ക് പയ്യെ ഇത് ഇളക്കാവുന്നതാണ്. ഇളക്കുമ്പോൾ എല്ലാം നല്ലതായിട്ട് മിക്സായിട്ട് വരണം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഗ്രേവി നല്ലതായിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സ് ആവണം.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പം നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുന്നത് ചൂട് വെള്ളമായിരിക്കണം നമ്മൾ ഒഴിക്കുമ്പോൾ ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിച്ചാൽ നമുക്ക് കൂടുതൽ ചാറും കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഉപ്പ്, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഉപ്പ് ഇപ്പോൾ അങ്ങോട്ട് ഇടാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇടാവുന്നതാണ്. ഇതിൻ്റെ കുക്ക് ടൈം ഏകദേശം 40 മിനിറ്റ് തൊട്ട് 50 മിനിറ്റ് വരെയാണ്. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമുക്കിതൊന്ന് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി. ഇനി ഒന്ന് ഇളക്കി 15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കാവുന്നതാണ്. എന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ കൂടുതലായോ എന്ന് നോക്കാവുന്നതാണ്. നമുക്ക് ആ ചാറൊന്ന് ടേസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഉപ്പും അതിൻ്റെ അളവും എല്ലാം ഒന്ന് അറിയാവുന്നതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇത് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടാൽ നമുക്കറിയാം. ഇനി നമുക്കിത് എടുത്ത് പ്ലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കനും ചപ്പാത്തിയും റെഡിയായി. ചിക്കൻ ചപ്പാത്തിയുടെ കഴിക്കുന്നത് ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയൊരു കഷ്ണം എടുത്ത് ആ ചാറ് നല്ലതായിട്ട് അങ്ങോട്ട് അതിൻ്റെ അകത്തോട്ട് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു ബൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ചെറിയ ഇത് എടുത്തിട്ട് ആ ചാറും കൂടെ കൂട്ടിയിട്ട് കൊള്ളാം. നല്ല എരിവ് കറക്റ്റാണ്.